തെറ്റായി ധരിക്കണ്ട, ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് എന്ന് ഞങ്ങളങ്ങനെ കാണുന്നില്ല അതിനെ. മുഖ്യമന്ത്രിയുടെ ന്യായീകരണം അതേപോലെ ആവർത്തിക്കാൻ പാർട്ടി തയ്യാറല്ല. തിരഞ്ഞെടുപ്പിൽ CPMന്റെ വൻ വീഴ്ചയ്ക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ പാഠം പഠിക്കാനോ തിരുത്താനോ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി. വിമർശിച്ച യാക്കോബായ സഭ ബിഷപ്പിനും കണക്കിന് കിട്ടി. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ഈ ശൈലി ഇനിയും തുടരുന്നത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നാണ് നേതൃയോഗത്തിൽ ഉയർന്ന അഭിപ്രായം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം ജനക്ഷേമ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം കൂട്ടി. ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിച്ചു. നവകേരള സദസ്സ് ഗുണം ചെയ്തില്ല. അടിത്തറയായിരുന്ന ഈഴവ് വോട്ടുകളിൽ കുറവുണ്ടായി. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് കരകയറാനായതെന്നും പാർട്ടി മനസ്സിലാക്കുന്നു. തോൽവി നിരാശാജനകമെന്ന് റിപ്പോർട്ട് അവതരണത്തിൽ അഭിപ്രായപ്പെട്ട ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിരൽ ചൂണ്ടുന്നതും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വിശ്വാസ തകർച്ചയിലേക്കാണ്. ഇത് വീണ്ടെടുക്കാൻ പാർട്ടിക്കും സർക്കാരിനും ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഗൃഹസന്ദർശനവും തിരുത്തൽ നടപടിയുമായി ഇറങ്ങിയ CPM എങ്ങനെ ഈ തിരിച്ചടി മറികടക്കുമെന്നതാണ് കാണേണ്ടത്. സമീപകാലത്തൊന്നും CPMൽ നിന്നുണ്ടാകാത്ത എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അതൊന്നും മുഖവിലേക്കെടുക്കാതെ അത്തരം കമന്റ് ഒന്നും വേണ്ട എന്ന് ആവർത്തിക്കാനാണെങ്കിൽ പാർട്ടിക്ക് അത് ഗുണം ചെയ്യില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.